ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. നമ്മളെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പം അടുപ്പിച്ച് മഴ തന്നെയാണല്ലേ. ഇപ്പം അധികം രാത്രിയാന്ന് തോന്നുന്നു കേട്ടോ നമ്മളിവിടെയൊക്കെ മഴ പെയ്യുന്നത്. രാത്രിയും അതുപോലെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഭയങ്കര മഴയാണ് കേട്ടോ. ഒറ്റൊരു നല്ലൊരു കാറ്റും മഴയും പെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചുറ്റുമ്പുറമൊക്കെ നന്നാക്കി അങ്ങോട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ വീണ്ടും അതേപോലെ മഴ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ എണീച്ച് നോക്കുമ്പോൾ ആകെ മൊത്തത്തിൽ പെരങ്ങി കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ദാ ചേതിമേൽ നിറച്ചും എന്താണെന്നറിയോ ഈ മഴപ്പാറ്റുണ്ടല്ലോ, മഴപ്പാറ്റ് അങ്ങോട്ട് നിറഞ്ഞിന് കേട്ടോ. കണ്ടിട്ട് എന്തോ ഒരു ഇടങ്ങാറാകുക നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ചായം കടിയൊക്കെ ആക്കണതിൻ്റെ മുന്നേ തന്നെ ഇതിമൊക്കെ അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഒന്ന് മൊത്തം മുറ്റവും അതുപോലെ ചുറ്റിനും ചേതിയും ഒക്കെ ഒന്ന് നന്നാക്കിയിട്ട് പിന്നെ അകത്തത്തെ പണികൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം ഇനി അങ്ങനെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫുള്ളൊരു മൂടൽ പോലത്തെ ഒരു കാലാവസ്ഥയായിട്ടാണ് കേട്ടുള്ളത്. പിന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കാണാം നിങ്ങൾ ചേതീൻ്റെ അവിടെയൊക്കെ ആകെ പൊളിഞ്ഞതായിട്ടുണ്ടല്ലോ എന്നൊക്കെ കണ്ടിട്ടുണ്ടേനി കേട്ടോ. ഇപ്പോൾ കുറേ കൊല്ലം ആയിട്ടുണ്ട്, നമ്മൾ 7 കൊല്ലെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ അവിടെ ഈ ഒരു ഷെഡിൽ. അപ്പം പിന്നെ എന്താ പറയുക, കൊല്ലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഷെഡൊക്കെ ആകുമ്പം അത്രത്തോളം ഒരു ഇതല്ലേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മളന്ന് ഫ്രിഡ്ജ് വാങ്ങിയ സമയത്ത് ഫ്രിഡ്ജ് അകത്തേക്ക് കയറ്റിയപ്പം അതിൽ ഇക്കയും വേറൊരു ചെക്കനും കൂടിയാണ് കയറ്റിയത്. അപ്പോൾ ഓന് വീകാൻ പോയത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കല്ല് ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മൊത്തത്തിൽ അങ്ങോട്ട് ഇളകിയതാണ്. പിന്നെ അപ്പുറം ആ ഒരു മക്കൾ ഊഞ്ഞാലേൻ്റെ ഒക്കെ ആ ഒരു സൈഡിലും ഉണ്ട്, മൊത്തത്തിൽ ഇളകി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സിമെൻറ്റ് വാങ്ങിയിട്ട് ഈ ഒരു മുന്നിൽ കയറുന്നതിൻ്റെ അവിടെ ഒന്ന് ഇട്ടിട്ട് ലെവലാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അത് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ വീട് പണിയൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ വീട് പണിയൊക്കെ തുടങ്ങി അതൊക്കെ തീർന്ന് ഇൻഷാ അള്ളാ എപ്പോഴാണ് എന്താണെന്നൊന്നും അറിയൂല. പടച്ചോൻ്റെ ഒരു ഇത് വേണമല്ലോ. നമ്മളിനി എത്ര തുടങ്ങണം എന്ന് പറഞ്ഞാലും പടച്ചോനും കൂടെ കണക്കാക്കി ആ ഒരു സമയം എത്തിയാലല്ലേ എല്ലാം ശരിയാവുക അല്ലേ. എന്തായാലും ഒരുപാട് ആൾക്കാർ പ്രാർത്ഥനകളിലുണ്ട് കേട്ടോ. അതന്നെ ഒരു കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളെ വീഡിയോസ് കാണുന്ന അധികം ആൾക്കാരും പറയുന്നത് എത്രയും വേഗം ഒരു വീടാവട്ടെ എന്നുള്ള ആ ഒരു കമൻറ്റിൽ ഞാൻ ഒരുപാട് കാണാറുണ്ട്. കാരണം നമ്മളെ അറിയാത്ത ആളുകൾ തന്നെയാണ് കേട്ടോ. അറിയുന്നവരെ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അറിയുമല്ലോ. ഇത് അറിയാത്ത ഒരാളിൽ നിന്ന് അങ്ങനെ ഒരു വാക്കുകളൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് നന്നാക്കുകയാണ്. കണ്ടിട്ട് എന്തോ ഒരു അറപ്പാകുന്ന പോലെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനത്തെ കാണുമ്പോൾ എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ. അപ്പം ഞാൻ ചെടീൻ്റെ ചട്ടികളൊക്കെ ഒന്ന് മൊത്തത്തിൽ അതിൻ്റെ ഇടയിൽ കൂടി ഒക്കെ ഉണ്ടായിരുന്നു. ഇത് അതിൻ്റെ ആ ഒരു ചിറക് വേറെയും ആ ഒരു പാറ്റ വേറെ ആയിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ കുറേ ഒരു കൊട്ടയൊക്കെ എടുത്തിട്ട് വന്നതാണ്. കാട്ടന്മാരിയിൽ കൊണ്ടുപോകാൻ എല്ലാവരും കൊട്ടയെ തന്നെ നിറച്ച് ഇതാക്കി കൊണ്ടുപോയി ഇടാൻ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചട്ടികളൊക്കെ ഇങ്ങോട്ട് മാറ്റി ചെയ്തതിൻ്റെ അവിടെയൊക്കെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ചെടിച്ചട്ടികളൊക്കെ അതേപോലെ തന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കൈയോടെ മുറ്റവും കൂടെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും മുറ്റത്തേക്ക് ഇറങ്ങിയതല്ലേ. അപ്പോൾ പിന്നെ ചുറ്റിനൊന്ന് മുറ്റടിക്കലിൻ്റെ ആ ഒരു പണിയും കൂടെ കഴിച്ചിട്ട് അങ്ങോട്ട് അകത്തത്തെ പണികളൊക്കെ കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരി തീർത്തിട്ടുണ്ട്. ഈ മഴ പെയ്ത് എനിക്ക് മഴയത്ത് ഇവിടെ നിൽക്കണ തീരെ ഇഷ്ടമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ മഴയത്ത് ഒന്നാമത്തെ നമുക്ക് ബേക്ക് ഭാഗത്തൊക്കെ ഉറവേൻ്റെ ആ ഒരു പ്രശ്നം വരും. ഇപ്പോഴല്ല, ചെറിയ ഇടമഴ പെയ്യുന്ന ആ ഒരു സമയത്തല്ല കേട്ടോ. നല്ല മഴ പിടിച്ച ആ ഒരു പെരും മഴക്കാലത്തിൻ്റെ ആ ഒരു സമയമുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അത് ഒന്നാമത്തെ നമ്മളെ ഈ ഒരു മണ്ണ് എന്താ പറയുക, നമ്മളെ ഈ ഒരു മണ്ണിൻ്റെ അടിഭാഗത്ത് പാറയാണ് കേട്ടോ. ഉപ്പുപാറ എന്ന് പറയുമല്ലോ. വലിയൊരു സാധാ കല്ലുപാറ അല്ല കേട്ടോ പറയണത്. ആ പൊടിഞ്ഞതാവുന്ന ആ ഒരു ഉപ്പുപാറ പോലത്തെ അങ്ങനത്തെ ഒരിതാണ്. അപ്പോൾ നമ്മൾ മണ്ണ് എന്താ പറയുക, മണ്ണ് കുടിച്ച് പോകുമ്പോൾ അതങ്ങനെ അമർന്ന് പോയിക്കോളും. ഇത് ആവാത്തത് കൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. വെള്ളവും ചളിയൊക്കെ ആയിട്ട് മേലെ അങ്ങനെ കെട്ടി നിന്നിട്ട് മഴക്കാലത്തൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, ചളിയും വെള്ളവും ഉറവയും അതും ഇതൊക്കെ ആയിട്ട് ഒരു ഇടങ്ങാറ് തന്നെയാണ്. എനിക്ക് മഴക്കാലം തീരെ ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ മഴ വേണം, നമുക്ക് മഴ ഇല്ലാതെയും ആവൂലല്ലോ. എന്തായാലും ഇഷ്ടക്കേടൊന്നും നോക്കി നിന്നിട്ട് ഇപ്പോൾ കാര്യമല്ല. ഓരോന്നും അതിൻ്റേതായ രീതിയിൽ അങ്ങനെ കാലങ്ങൾ കടന്ന് അങ്ങനെ പോവും.
എന്തായാലും ഞാൻ പുറത്തത്തെ പണികളൊക്കെ കഴിച്ചിട്ടുണ്ട്. ചുറ്റുംപുറം അടിച്ചു വാരലും വൃത്തിയാക്കലും ഒതുക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു മഴ അങ്ങോട്ട് പെയ്താൽ പിന്നെ ചുറ്റിനും നന്നാക്കൽ ഒരു പിറ്റേ ദിവസത്തെ ഒരു പണി തന്നെയാണ് കേട്ടോ. അത് നമ്മൾ നന്നാക്കി ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും അടുത്ത മഴയും പെയ്യും. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ആ ഒരു രീതിയിൽ വൃത്തിയാക്കലിന് അങ്ങനെ നിൽക്കില്ല. ഇത് ഇടമഴ പെയ്യും, മൊത്തത്തിൽ മണ്ണിടിയലും അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ വരുമ്പം നമ്മളെ ബേക്ക് വശത്ത് എല്ലാവരും തിണ്ടുമ്പോൾ മണ്ണ് ഇങ്ങോട്ട് ഇടിഞ്ഞ് വന്നിട്ട് ഫുള്ള് അവിടെ ചളി കെട്ടി കിടക്കും. അപ്പോൾ അത് നന്നാക്കും. അങ്ങനത്തെ ഒക്കെ പണികൾ തന്നെയാണ് കേട്ടോ. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നേരം വെളുത്ത് വൈകുന്നേരം ഒരു 5 മണിക്കാണ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു. അത്രയും പണികൾ തന്നെയാണ് കേട്ടോ. ഇന്ന് എടുത്തിട്ടും തീരാത്ത പണിയുള്ള ഒരു ദിവസേനെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ. ഇന്ന് ആരെയാണാവോ കണി കണ്ടിട്ടുണ്ടാവുക, അങ്ങനത്തെ എന്തോ ഒരു ദിവസേനെ കേട്ടോ. എന്തായാലും പറഞ്ഞങ്ങ് തുടങ്ങിയാൽ എവിടേക്കോ അങ്ങോട്ട് എത്തിപ്പോവും കേട്ടോ. എന്തായാലും ഇന്നത്തെ ചായക്ക് കടിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ദോശക്കുള്ള അരിയൊക്കെ ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ദോശ ചുട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇന്ന് ദോശയും എന്തായിരുന്നു കറി എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ചമ്മന്തിയാണ് എന്നാണ് കേട്ടോ എൻ്റെ ഒരു ഓർമ്മ. കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് ഇത്. ഇന്നലെ ഇടേണ്ട വീഡിയോ ആയിരുന്നു. ഇന്നലെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്നലെ ഒന്നും ഇടാൻ പറ്റിയില്ല. ചമ്മന്തി തന്നെയാണ് കേട്ടോ. നമ്മൾ വീഡിയോസ് ഷോർട്ടായിട്ടും ലോങ് ആയിട്ടും പല ദിവസത്തെ ചിലപ്പോൾ മുന്നേ ഒക്കെ വീഡിയോസ് എടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ഇനി ഇന്നലെ എടുത്ത് വെക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇടുന്നതെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. ഇത് ചിലപ്പോൾ അതിൻ്റെ തലേന്നത്തെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും കേട്ടോ. എന്തായാലും ഇന്ന് ദോശയും അതുപോലെ ചമ്മന്തി ആയിരുന്നു. അപ്പോൾ അതാ കട്ടൻ ചായയും വെച്ചു. ഞാനും നാസിമോൻക്ക് ചായ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനും വേഗം ദോശയും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ ചായ കൂടി കഴിഞ്ഞ വൈക്ക് നേരെ മക്കളെ ഈ ഒരു മീനും കൊണ്ട് ഇരുന്നതാണ് കേട്ടോ. ഈ ഒരു മീനും കൊണ്ടാണ് എൻ്റെ നേരെ മൊത്തം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ട ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകണതല്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടത് നന്നാക്കി ഇങ്ങോട്ട് വന്നു മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ ഞാനതൊന്ന് നന്നാക്കി എടുത്തത്. സത്യമായിട്ട് ആ ഒരു മീൻ അങ്ങനെ നന്നാക്കിയിട്ട് പുഴ മീനാണ് കേട്ടോ. എന്താണ് നമ്മളിവിടെ പറയൽ അതിന് പിലോപ്പി എന്നാണ് കേട്ടോ പറയൽ. ഇനി എല്ലായിടത്തും എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ പിലോപ്പി എന്ന് പറയും. പുഴമീൻ അങ്ങനെ വലിയ ആ ഒരു മീനാണ്. അപ്പോൾ സാധാരണ പുഴമീനും അങ്ങനത്തെ വലിയ മീനൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇക്കയാണ് കേട്ടോ എനിക്ക് നന്നാക്കി തരല്. ഞാൻ ആദ്യമേ പറയലുണ്ട് അങ്ങനത്തെ ഒക്കെ മീൻ കൊണ്ടുവരികയാണ് നിങ്ങൾ നന്നാക്കി തരണേന്ന് പറയലുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക നന്നാക്കി തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ അതിന് ഒരു ഓട്ടം ഉണ്ടായിട്ട് പോയിട്ടോ. ഞാൻ വണ്ടിക്കാരാകുമ്പോൾ ഓട്ടം വിളിച്ചാൽ ഇപ്പോൾ പുരയിൽ മീൻ നന്നാക്കാൻ നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഓട്ടം കിട്ടിയപ്പം ഇക്ക അതിന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വരുന്നവരെ അതും കാത്തു വെച്ച് നിൽക്കാൻ കഴിയൂലല്ലോ വിചാരിച്ചിട്ട് ഞാനൊന്ന് ശ്രമം നടത്തിയതാണ്. എന്തായാലും ആ ശ്രമം കൊണ്ട് കുറേ മണിക്കൂറിൻ്റെ പോയിട്ടുണ്ടായിരുന്നു. മൊത്തം നന്നാക്കി എടുക്കൽ എപ്പം ചെയ്യണവർക്കാണെന്നുണ്ടെങ്കിൽ എളുപ്പം തന്നെ ആയിക്കോട്ടോ. പിന്നെ ഒന്നാമത്തെ വലിയതും ആയിരുന്നു. നല്ല മൂർച്ചയുള്ള കത്തിയോ അല്ലെങ്കിൽ കത്രികയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാവും. എന്തൊക്കെ പറഞ്ഞാലും വേണ്ടിയില്ല, എങ്ങനെയൊക്കെയോ ഞാനത് നന്നാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ചാണ് കറി ഉണ്ടാക്കുന്നത്. ബാക്കി അധികം ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പെരക്കി വെച്ചിട്ടുണ്ട്. കറീനോട് വലിയൊരു താല്പര്യമില്ല. ഇക്കാക്ക് മാത്രമാണ് കറീനോട് ഇതുള്ളൂ. ഈ ഒരു മീനായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ കറിയിത്തത് ഇത് വലിയ ഇഷ്ടമല്ല. പിന്നെ പൊരിച്ചതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ചൊന്ന് മുളകിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള തക്കാളിയും പച്ചമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള പൊടികളും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മളെ സാദാ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി കാശ്മീരി മുളകും പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. രണ്ടും കൂടെയാണ് കേട്ടോ ഞാനിടുക. സാദാ മുളകും പൊടി ഇടും, കുറച്ച് കാശ്മീരിയും കൂടെ ഇടും. എനിക്ക് കുറച്ച് ആ ഒരു നല്ലൊരു ചുവപ്പ് കളർ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ് കേട്ടോ. കറി ഒരു സുഖമില്ലാത്ത പോലെ തോന്നും. എന്തായാലും കറിയൊക്കെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കേട്ടോ ഞാൻ കറിയിലേക്കുള്ള മീനൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒറ്റിച്ച് കൊടുത്താൽ നമ്മളെ മീൻ കറി അവിടെ റെഡി ആയിക്കോളും. ഇന്ന് വേറെ ഒരു പണി എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഉച്ച ആവാനും ആയിട്ടുണ്ട്. അപ്പോൾ ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ട് എന്താണ് ബാക്കിയുള്ളത് അങ്ങോട്ട് എടുക്കാൻ വിചാരിച്ചിട്ടാണ്. എന്തായാലും നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ സാമ്പാറും കൂടെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. മീൻ കറിയൊക്കെ ആക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുറച്ച് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇട്ടില്ല, കുറച്ച് ഉള്ളതൊക്കെ ഇട്ടിട്ട് അങ്ങനെ
പിന്നെ പരിപ്പും ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതും ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സാമ്പാറും മീൻ പൊരിച്ചതും ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് മീൻ കറീനോട് അത് ഞാൻ പറഞ്ഞല്ലോ, അതായതുകൊണ്ട് വലിയൊരു താല്പര്യമല്ല. അപ്പോൾ അതുകൊണ്ട് സാമ്പാറും മീൻ പൊരിച്ചതും ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കേട്ടോ സാമ്പാറിനുള്ളതൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കഷ്ണം ഇട്ടിട്ട് ഉണ്ടാക്കുന്നതിനോട് ഇവിടെ മക്കൾക്കായാലും ആർക്കും ഇഷ്ടമല്ല. ടീച്ചറൊന്നും കഷ്ണം അങ്ങനെ കഴിക്കൂല കേട്ടോ. പിന്നെ ഞാൻ ചീത്ത പറഞ്ഞിട്ട് എടുക്കലാണ് കേട്ടോ ഒരു. അപ്പോൾ അതാക്കണ സാമ്പാറും ഒന്ന് വറവിട്ടു, കറി അതും ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻ കറിയും ആയിട്ടുണ്ട്. ആകെ ഇതാ പുയ്ത്ത് നാറി പരന്ന് കിടക്കുന്നുണ്ട്. സമയം ഒരു 1 മണി 1:30 ആ ഒരു സമയം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി വേഗം ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. വേറെ പണിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അടിക്കലോ തുടക്കലോ പാത്രം കഴുകലോ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലത്തെ പാത്രം കുറച്ച് നിച്ചുമോള് കഴുകി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നാലും പിന്നെ ഞാൻ ചോറും കറി ആക്കിയതും അങ്ങനെയൊക്കെ ആയിട്ട് വീണ്ടും പാത്രങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തലേ ദിവസത്തെ കുമ്പളങ്ങ താളിച്ച കറിയൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതും പിന്നെ ഇതിൽ നിന്ന് ഓരോ കഷ്ണം മീനൊക്കെ എടുത്ത് പൊരിച്ചിട്ട് അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ചോറ് വെച്ചത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇതെടുക്കുകയാണ് മറ്റേത് പിന്നെ കൊണ്ടുപോയിട്ട് കളയേണ്ടി വരുമല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് അതങ്ങോട്ട് കഴിയട്ടെ. താളിപ്പാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മക്കൾക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ താളിപ്പ്. അപ്പോൾ ഞങ്ങളതും മീൻ പൊരിച്ചതും എടുത്തിട്ട് അങ്ങനെ ചോറ് വെച്ചു. എന്നിട്ടാണ് കേട്ടോ ഞാൻ ബാക്കി പണികൾ എടുക്കുന്നത്. അല്ലാതെ സമയം ഞാൻ പറഞ്ഞല്ലോ 1 മണി 1:30 ആ ഒരു 2 മണിയൊക്കെ ആവാനായ സമയമായിട്ടുണ്ടായിരുന്നു. ഇനി അത് ആ ഒരു സമയത്ത് ഞാൻ ബാക്കി എൻ്റെ അടിക്കലും തുടക്കലും അങ്ങനത്തെ പണിക്കും കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ചോറ് വയ്ക്കുമ്പോൾ 5 മണിയെങ്കിലും ആവും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടിയില്ല, എന്തായാലും പണികൾ കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ ചോറ് വെച്ചിട്ട് അങ്ങോട്ട് എടുക്കാമെന്ന്. ചില ദിവസം നമുക്ക് അങ്ങനെയാണ് അല്ലേ, എത്ര എടുത്താലും തീരൂല. നമ്മൾ എന്നും എടുക്കണ ഈ ഒരു പണികൾ നമുക്ക് ഒരു മാറ്റവും ടൈം ടേബിൾ നമുക്ക് വരുന്നില്ലല്ലോ. പക്ഷെ ചില ദിവസം അതിന് വേണ്ടിയിട്ട് എത്ര എടുത്താലും തീരൂല. വല്ലാത്തൊരു എന്തോ ഒരു ദിവസമായിരിക്കൂലേ. അതിന് വേണ്ടിയിട്ട് ചില ദിവസം വേഗം പണികളൊക്കെ തീർത്ത് നമുക്ക് എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മളതായ ആ ഒരു രീതിയിൽ ഒരു റെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ള ഒരു സമയവും കിട്ടും. ഇന്ന് എന്തായാലും എനിക്ക് ഒന്നിനുള്ള സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഞാനിന്ന് അധികം ഇത് കഴിഞ്ഞിട്ട് പിന്നെ അധികം വീഡിയോസൊന്നും എടുക്കാനും നിന്നില്ല കേട്ടോ. വേഗം അടിച്ചു വാരലും തുടക്കലും പാത്രം കഴുകലും അങ്ങനെ ജഗപൊകയായിട്ട് അലക്കലും മാറിടലും എല്ലാം കഴിച്ചിട്ടുണ്ട്. ഒരു 5 മണിയെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ ഞാനിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയപ്പോൾ. അപ്പോൾ ഒരു മഴ മൂടൽ പോലത്തെ ആ ഒരു കാലാവസ്ഥ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് മക്കൾക്ക് കടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എന്താണ് പഴംപൊരി പക്കവട, ഇതല്ലാതെ നമ്മൾ വെറൈറ്റിയിലേക്ക് പോകൂലല്ലോ നോമ്പിനല്ലാതെ. അപ്പോൾ പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പഴം ഉണ്ടേനു, അത് വല്ലാണ്ട് അങ്ങോട്ട് പഴുത്തിട്ടും ഉണ്ടായിട്ടോ. പുഴുങ്ങിയാലൊന്നും ചിലപ്പോൾ അധികം ഓവറായിട്ട് പഴുത്തത് എനിക്കും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഒന്ന് കുറച്ച് മിക്സിൻ്റെ ജാറിലൊന്ന് കുറച്ച് മൈദ അങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. മൈദ അതുപോലെ ഒന്നുള്ള മഞ്ഞപ്പൊടി പഞ്ചസാര ഏലക്കായൊക്കെ ഇട്ടുങ്ങാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒരിത്തിരി അപ്പക്കാരം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല, ഇപ്പം തന്നെ കൈയോടെ ചുട്ടെടുക്കുകയാണ്. ഇപ്പം തന്നെ സമയം 6 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് വേഗം ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നാലും നല്ല ചൂടുള്ള കട്ടൻ ചായയും ഇത് വേഗം അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ചായക്കുള്ള വെള്ളവും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് ഇതാ പഴംപൊരി ചുടാനുള്ള എണ്ണയും ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു മഴക്കാലത്ത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു തോന്നലാണ് അല്ലേ, ഈ എണ്ണക്കടിയോ നല്ല ചൂടുള്ള എന്തെങ്കിലും എണ്ണക്കടിയും ചായയൊക്കെ കുടിക്കാൻ. പക്ഷെ എന്നൊന്നും ഞാൻ ഉണ്ടാക്കൂല കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമാണ് എന്നും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. പക്ഷെ എന്നും ഒന്നും കഴിയൂല. എന്നും ഉണ്ടാക്കാൻ അറിയണത് ആ നോമ്പിന് തന്നെ ഇത് ചെയ്യുള്ളൂ. അല്ലാത്തപ്പോൾ ഇതുപോലെ വല്ലപ്പോഴും ഒരു പഴംപൊരിയോ അല്ലെങ്കിൽ ഒരു ഉള്ളിവടയോ പക്കവടയോ എന്തെങ്കിലും ഒന്ന് ചുട്ടാലായി. അപ്പോൾ ഇന്ന് എനിക്കും എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കും ഒരു തോന്നൽ കേട്ടോ, എന്തെങ്കിലും ഒന്ന് ചായക്ക് കൂട്ടാൻ എന്തെങ്കിലും കഴിക്കാമെന്ന്. പിന്നെ ആ ഒരു പഴം നാശാവാനും ആവുന്നുണ്ട്. വെറുതെ വാങ്ങിക്കൊണ്ടുവന്ന് നാശാക്കണം കൂടെ കണ്ടാൽ ഇക്കാനോട് നല്ല ചീത്തയും കേൾക്കൂട്ടോ. ഇക്കാക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ തിന്നുന്ന സാധനങ്ങൾ നാശാക്കുക, അത് ഒരുപാട് ഉണ്ടാക്കി കൊണ്ടുപോയി കളയുക, അങ്ങനത്തെ തീരെ ഇഷ്ടമില്ല കേട്ടോ. അതിനാണ് നമുക്ക് നല്ലോണം ഇവിടെ ചീത്ത കേൾക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ നാശാക്കണ്ടാൽ ഇതൊന്നും കൂടി ചുട്ടാൽ ആ പഴംപൊരി അങ്ങോട്ട് ചുട്ട് വെച്ചാൽ അത് മക്കൾ അങ്ങനെ കഴിച്ചോളും, അതങ്ങോട്ട് തീരും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു. എന്തായാലും ഇതാട്ടോ പഴംപൊരി ചുട്ടെടുക്കുന്നുണ്ട്. നല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള നല്ല അത്യാവശ്യം നല്ലൊരു പഴുത്ത പഴം കൂടെ ആയതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ചായക്ക് വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഓരോരുത്തർ മേശൻ്റെ മേലുണ്ട് കേട്ടോ. ഞാനിവിടെ ചുടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ നാഫിയൊക്കെ
ഒക്കെ ഈ ഒരു മേശൻ്റെ മേലെ വരും. പിന്നെ എണ്ണച്ചട്ടി ആയതുകൊണ്ട് ഞാൻ എല്ലാ എണ്ണത്തിനും ഇവിടെ നിന്ന് പായിപ്പിച്ച് വിട്ടതാണ് കേട്ടോ. ചുട്ടിട്ട് ഞാൻ അങ്ങോട്ട് കൊടുന്ന് തരാം, ആ ചട്ടീൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ടേ. അഥവാ തട്ടിപ്പോവുകയോ മേത്ത് തെറിക്കുകയോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി അതുകൊണ്ട് എടുങ്ങാറാവാൻ കഴിയൂല. അതാണ് കേട്ടോ. എന്തായാലും ഇതാ ഫസ്റ്റത്തെ ചുട്ടീനി, അതുപോലെ തന്നെ രണ്ടാമത്തതും മൂന്നാമത്തതൊക്കെ ആയിട്ട് ഞാൻ ചുട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾ അങ്ങനെ കഴിച്ചോളും. ബാക്കി ഉണ്ടെങ്കിൽ രാവിലെ ഒരു മദ്രസ പോകാൻ നേരത്തൊക്കെ ഒന്ന് ചായക്ക് കൂട്ടാൻ കടിയായിട്ട് അങ്ങനെ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. എന്തായാലും ഇപ്പോൾ എല്ലാം ഇതാ മേശമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. മഗ്‌രിബ് ബാങ്കിൻ്റെ ആ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. നോമ്പ് തുറക്കണ പോലെ തോന്നിയിട്ടുണ്ട്. ഇനി ഒരു സമയത്ത് ഇങ്ങനെ ആക്കിയിട്ട് കുടിക്കുമ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ ഇനി പഴംപൊരി ആയിക്കോട്ടെ എന്താണെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇക്കയും കൂടെ ഉണ്ടാവണം എന്ന് തോന്നും. പക്ഷെ ഇക്ക എന്തായാലും ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് അങ്ങനെ വരുമൊന്നുമില്ല കേട്ടോ. വണ്ടിയിൽ പോയതാണല്ലോ. ഇനിയിപ്പോൾ വരുമ്പോൾ എന്തായാലും രാത്രിയാവും. അപ്പോൾ അതാ ഞങ്ങൾ കട്ടൻ ചായ ഒക്കെ എടുത്തിട്ട് എല്ലാം കൊടുന്ന് വെച്ചിട്ടുണ്ട്. സമയം ഒരു 6 മണി 6:30 ആ ഒരു സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 ആളും ഇരുന്ന് ചായ ഒക്കെ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.